എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ടിപ്പണിയാണ്. ടിപ്പണി എന്ന് പറയുമ്പോൾ വിനോദ് കുമാർ ശുക്ലയുടെ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയ്ക്ക് നരേൻ സക്സേന എഴുതിയ വ്യാഖ്യാനമാണ് പാഠഭാഗം. അപ്പോൾ വിനോദ് കുമാർ ശുക്ല അദ്ദേഹം ആധുനിക ഹിന്ദി എഴുത്തുകാരിൽ പ്രമുഖനാണ്. അദ്ദേഹം ജനിച്ചത് 1937 മധ്യപ്രദേശിലാണ്. ജനുവരി 1 തീയതി 1937 മധ്യപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം സമകാലീന ഹിന്ദി രംഗത്ത് കവി, കഥാകൃത്ത് എന്നീ മേഖലകളിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം സബ് കുച്ച് ഹോന ബച്ചാ രഹേഗാ, വഹ ആദ്മി ചലാ ഗയാ, നയാ ഗരം കോട്ട് പഹൻകർ, വിചാർ കി തരഹ്, ലഗ്ഭഗ്, ജയ് ഹിന്ദ് മുതലായവയാണ് അദ്ദേഹത്തിൻ്റെ കാവ്യസമാഗ്രഹങ്ങൾ. ഇനി നരേൻ സക്സേന എന്ന് പറയുന്നത് ശ്രീ നരേൻ സക്സേന 1931 ജനുവരി 16 മധ്യപ്രദേശിലെ ഗോളിയാറിൽ ജനിച്ചു. സമകാലീന ഹിന്ദി സാഹിത്യ രംഗത്ത് അസാധാരണമായ കവിയാണ് അദ്ദേഹം. കവിതകൾക്ക് പുറമെ ഇപ്പോൾ നാടകം, സിനിമ, എഡിറ്റിംഗ് എന്നീ മേഖലകളിലും അദ്ദേഹം സജീവമായി മഹത്വപൂർണ്ണമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സമുദ്ര പർ ഹോ രഹി ഹെ ബാരിഷ്, ചാരുശീല, ആത്മീക മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ്. അപ്പോൾ ഈ നരേൻ സക്സേന ആണ് ടിപ്പണിയായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത്. വിനോദ് കുമാർ ശുക്ലയുടെ കവിതയാണ് ഇത്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് നരേൻ സക്സേന. അപ്പോൾ നമുക്ക് ആദ്യം കവിതാഭാഗത്തിലോട്ട് പോകാം. ആദ്യം കവിത വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. ഈ കവിതയിൽ തന്നെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പാഠഭാഗത്തിൽ അതേപോലെ തന്നെ വ്യാഖ്യാനിച്ചു കൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. കവിതയിലൂടെ തന്നെ നമുക്ക് ഈ പാഠഭാഗം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കവിത ഇതാണ്. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, വ്യക്തി കോ മേ നഹി ജാൻതാ ഥാ. നിരാശയോടെ ഒരു വ്യക്തി ഇരുന്നിരുന്നു, ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നു. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, നിരാശയോടെ ഒരു വ്യക്തി ഇരുന്നിരുന്നു. വ്യക്തി കോ മേ നഹി ജാൻതാ ഥാ, വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. മേ നഹി ജാൻതാ ഥാ എന്ന് വെച്ചാൽ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. ഹതാശ കോ ജാൻതാ ഥാ, എന്നാൽ അയാളുടെ നിരാശ എനിക്കറിയാമായിരുന്നു. ഇസ്ലിയെ മേ ഉസ് വ്യക്തി കെ പാസ് ഗയാ, ഇസ്ലിയെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അയാളുടെ അടുത്തേക്ക് പോയി. മേനെ ഹാത്ത് ബഡായ, ഞാൻ അയാളുടെ നേരെ കൈ നീട്ടി. മേര ഹാത്ത് പക്കഡ്കർ വഹ് ഖഡാ രഹാ, എൻ്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റ് നിന്നു. മുझे വഹ് നഹി ജാൻതാ ഥാ, അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഡാനെ കോ ജാൻതാ ഥാ, എൻ്റെ സഹായഹസ്തത്തെ അയാൾക്കറിയാമായിരുന്നു. ഹം ദോനോ സാത്ത് ചലെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ദോനോ ഏക് ദൂസരെ കോ നഹി ജാൻതേ ഥേ, രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ ഥേ, എന്നാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. അതായത് ഇതിൽ വിവരിച്ചിരിക്കുന്നത് ഇതാണ്. ആപത്ത് ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ. ഒരു വ്യക്തിയെ സഹായിക്കുന്നതിന് വ്യക്തിപരമായ രീതിയിൽ അയാളെ അറിയണമെന്നില്ല. അയാളുടെ നിരാശയും നിസ്സഹായതയും അറിഞ്ഞാൽ മതി. ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് അർത്ഥം പറയാം. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही ഭാഷാ की अनगढ़ता के लिए विख्यात है. വിനോദ് കുമാർ ശുക്ല തൻ്റെ മൗലികതയോടൊപ്പം തന്നെ ഭാഷയുടെ ഘടനയില്ലായ്മയ്ക്കും പ്രസിദ്ധനാണ്. വിഖ്യാത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധൻ, അൻഗഢത എന്ന് പറഞ്ഞാൽ ഘടനയില്ലായ്മ. किंतु इस कविता में मौलिकता होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. किंतु എന്നാൽ ഇസ് കവിത, ഈ കവിതയിൽ മൗലികതയോടൊപ്പം തന്നെ കാവ്യശില്പിക്ക് സിദ്ധ് കവിക്ക് തരഹ്, കാവ്യശില്പത്തിൻ്റെ തെളിയിക്കപ്പെട്ട കവി എന്ന രീതിയിലും ദിക്കായി ദേത്തെ ഹെ, കാണപ്പെടുന്നു. അതായത് സിദ്ധ് കവിക്ക് തരഹ് എന്ന് ഉദ്ദേശിക്കുന്നത് പൂർണ്ണത നേടിയ, കാവ്യശില്പത്തിൻ്റെ പൂർണ്ണത നേടിയ കവിയെ പോലെയും കാണപ്പെടുന്നു. അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. ഇതിൽ പറയുന്നതാണ് കവിതാക്ക് അർത്ഥ്, കവിതയുടെ അർത്ഥം ഇത്തനെ സഹജ് ഓർ സാഫ് ഹേ കി ഉൻഹെ വ്യാഖ്യാ കി ദർക്കാർ നഹി ഹേ, കവിതയുടെ അർത്ഥം ഇത്രത്തോളം സ്വാഭാവികവും വ്യക്തവുമായതിനാൽ അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं എന്ന് പറഞ്ഞാൽ ലളിതമായ പദങ്ങളുള്ള വാക്യങ്ങൾ തന്നെ സ്വയം അവയുടെ മർമ്മം എന്താണെന്ന് പറഞ്ഞു തരികയാണ്. ഇനി അടുത്ത വരി എന്താണ്? വ്യക്തി കോ മേ നഹി ജാൻതാ ഥാ, ഹതാശ കോ ജാൻതാ ഥാ, कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र
ओहदे या जाति से जानने को जोड़ती है। यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. ഇവിടെ എന്താ പറയുന്നത്? വ്യക്തിക്കോ മേ നഹി ജാൻതാത, വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. ഹതാശക്കോ ജാൻതാത, നിരാശയെ അറിയാമായിരുന്നു. വേ ജാനനെ കി ഹമാരി ഉസ് ജാനെ പഹചാനെ റൂഢി കോ തോട് ദേത്തെ ഹെ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അറിയുക എന്ന നമ്മൾക്കറിയാവുന്ന തിരിച്ചറിയാവുന്ന പാരമ്പര്യത്തെ പൊട്ടിച്ചെറിയുകയാണ്. जो व्यक्ति के नाम पते उम्र ओहदे या ജാതി സെ ജാനനെ കോ ജോഡ്തി ഹെ, അതായത് ഒരു വ്യക്തിയുടെ പേര്, മേൽവിലാസം, പ്രായം, പദവി അഥവാ ജാതിയുടെ അറിയുന്നതിലേക്ക് ബന്ധപ്പെടുത്തുന്നു. നാം പതേ ഉമ്ര ഓഹദെ യാ ജാതി സെ ജാനനെ കോ ജോഡ്തി ഹെ, ജാതിയെ അറിയുന്നതിലേക്ക് ചേർക്കുന്നു, ബന്ധപ്പെടുത്തുന്നു. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. നമ്മൾ ഒരു വ്യക്തിയുടെ അയാളുടെ നിരാശ, നിസ്സഹായത അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തിരിച്ചറിയില്ല എങ്കിൽ നമ്മൾ ശരിക്കും അയാളെ അറിയുന്നില്ല. ഇവിടെ പറയുന്നതാണ് സഡക് പർ ഗായൽ പടേ അപരിചിത വ്യക്തി കോ ദേഖ് ക്യാ ഹം കഹ സക്തേ ഹെ കി ഉസെ ഹം നഹി ജാൻതേ. നമ്മൾ പോകുമ്പോൾ റോഡരികിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ട് പറയുമോ, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല? റോഡിൽ പരിക്കേറ്റ് കിടക്കുന്ന അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയുമോ നമുക്ക് അയാളെ അറിയാൻ കഴിയില്ല എന്ന്? പറയില്ലല്ലോ. അപ്പോൾ നമുക്ക് അയാൾക്ക് വേണ്ടത് ആ സമയത്ത് നമ്മൾ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാൻ നിൽക്കില്ല അല്ലേ. അപ്പോൾ വേണ്ടത് അയാൾക്കൊരു ഹെൽപ്പാണ് എന്ന് പറഞ്ഞ പോലെ വാസ്തവമേ हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाते हैं. വാസ്തവത്തിൽ ഹം ജാൻതേ ഹെ കി യഹ് വ്യക്തി മുസീബത്ത് മേം ഹെ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമുക്കറിയാം ആ വ്യക്തി ആപത്തിൽപ്പെട്ടിരിക്കുകയാണെന്നും और इससे हमारी मदद की ज़रूरत है, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മുടെ ഒരു സഹായം വേണമെന്നും. യഹ് കവിത മനുഷ്യ കോ മനുഷ്യ കി തരഹ് ജാനെ കി യാദ് ദിലാത്തെ ഹെ. ഈ കവിത ഒരു മനുഷ്യനെ മനുഷ്യനാക്കി അറിയുക എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ചെയ്യുന്നത്. कविता लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. ഈ കവിത ലഗാതാർ, കവിതയിൽ തുടർച്ചയായിട്ട്, ലഗാതാർ എന്ന് വെച്ചാൽ നിരന്തരമായിട്ട്, നഹി ജാനിനെ ഔർ ജാനിനെ ക ബയാൻ കർത്തി ജാത്തി ഹെ, അറിയില്ല എന്നും അറിയാമെന്നും നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ശില്പിക്ക് ഇസ് ബാരി കാരികാരി കോ ദേഖേം. കാവ്യശില്പത്തിൻ്റെ ഈ സൂക്ഷ്മമായ ശില്പവിദ്യ നമുക്ക് നോക്കാം. വഹ് മുझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में किसी लोकगीत की स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു, ഞാൻ സഹായിക്കാനായി കൈ നീട്ടിയതിനെ അറിയാമായിരുന്നു. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു, എന്നാൽ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. यह नहीं जानना और जानना कविता में किसी लोकगीत की स्थाई की तरह बार बार लौटता है. ഈ അറിയില്ലയും അറിയുകയും കവിതയിൽ ഏതോ നാടോടി പാട്ടിൻ്റെ സ്ഥായിയെപ്പോലെ വീണ്ടും വീണ്ടും മടങ്ങിയെത്തുന്നു. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ, ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു കവിതയിൽ ലിറിക്കൽ അല്ലെങ്കിൽ ഗീതാത്മകത ബോധം ഈ പ്രത്യേകതയോടുകൂടി ഹിന്ദിയിലെ മറ്റേതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നതേയില്ല. ജയ്സെ കിസി ഗസൽ മേ ആഖിരി ഷേർ കെ ആഖിരി ശബ്ദ് ശ്രോതാओं की जुबान पर आपसे आपका जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि
कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे। जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द ശ്രോതാവും की ज़ुबान पर आपसे आप आ जाते हैं എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി ഏതെങ്കിലും ഗസലിൽ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ശ്രോതാക്കളുടെ ज़ुबान पर ज़ुबान എന്ന് വെച്ചാൽ നാവിൽ ज़ुबान पर आपसे आप कह जाते हैं आपसे आप आ जाते हैं എന്ന് പറഞ്ഞാൽ ज़ुबान നാവിൽ തനിയെ എങ്ങനെയാണോ വന്നു പോകുന്നത് वैसे इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे। അതുപോലെ തന്നെ ഈ അവസാനത്തെ വാക്കുകൾ അതായത് സാത്ത് സാത്ത് ചെല്ല എന്നതിന് ശേഷം കവിത ചൊല്ലൽ നിർത്തുകയാണെങ്കിൽ കേൾക്കുന്നവർ സ്വയം വാക്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. എന്തെന്നാണ് ജാൻതേ എന്ന് പൂരിപ്പിച്ച് പറയുകയും ചെയ്യും. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में भी कवि अपनी पूरी बात कर देता है. शेष पंक्तियों उसी कहे गए को और सघन और गहरा करती है. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होनी ज़रूरी है. जानकारी ज़रूरी नहीं है. ഈ കവിത അറിയുക എന്ന വാക്കിൻ്റെ പരമ്പരാഗത അർത്ഥത്തെ പൂർണ്ണമായും മാറ്റി മറിക്കുകയാണ് ചെയ്യുന്നത്. ഈ കവിതയിൽ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തൻ്റെ മുഴുവൻ കാര്യവും പറയുന്നു. ശേഷം വരുന്ന വരികൾ ആ പറഞ്ഞവയെ ഒന്നുകൂടെ ഉറപ്പുള്ളതും ആയമുള്ളതുമാക്കുന്നു. കവിതയുടെ സന്ദേശം ഇതാണ്. ഈ കവിതയിൽ നിന്ന് നമുക്ക് പറയുന്ന സന്ദേശം ഇതാണ്. 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ അതായത് മാനുഷിക വികാരങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അറിവുകൾ തീർച്ചയായും ഉണ്ടാകണമെന്നില്ല. किंतु यह संदेश कविता में उपदेश की तरह नहीं आता. എന്നാൽ ഈ സന്ദേശം ഈ കവിതയിൽ ഉപദേശമായി വരുന്നില്ല. കിന്തു യഹ് സന്ദേശ് കവിതാമി ഉപദേശ് കി തരഹ് നഹി ആത്ത എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ സന്ദേശം കവിതയിൽ ഉപദേശമായി വരുന്നുമില്ല. ഈ പാഠഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.